ഹായ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോസ്, അതുപോലെ തന്നെ വാട്സപ്പിലുള്ള ഫോട്ടോസ്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനത്തെ എല്ലാ ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ. ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്, മറ്റാരെങ്കിലും കണ്ടാൽ അതിലേറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഫോട്ടോസുകളൊക്കെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് വളരെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. യാതൊരു ചെലവും അതിനില്ല. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനു മുൻപ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ ഉണ്ടാവുന്ന പലതരം ഫോട്ടോസ്, വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ വരുന്ന ഫോട്ടോസ്, നമ്മൾ എടുക്കുന്ന ഫോട്ടോസ്, ഇതൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് മാറ്റി വെക്കാം, ആരും കാണില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ സ്പേസും നമുക്ക് വളരെയധികം ലാഭിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അതിനായി നമ്മളൊന്ന് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടത് ഗൂഗിൾ ഫോട്ടോസ് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് ഗൂഗിൾ ഫോട്ടോസിന്റെ, അത് കണ്ട് ഇവിടെ ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിളിന്റെ ഫോൾഡറിൽ അത് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ കണ്ടില്ലേ കുറെ ഫോട്ടോസ് കാണുന്നില്ലേ. അതിൽ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ലേ, ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോണിന്റെ സെറ്റിംഗ്സ് കാണിക്കുന്നുണ്ട്. ആ സെറ്റിംഗ്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ട് ഏറ്റവും മേലെ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലേ. ആ ബാക്കപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്കപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബാക്കപ്പ് ഓഫ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ ഐ ഡി, ഏത് മെയിലിലേക്കാണ് നമ്മളിത് സേവ് ആവേണ്ടത്, ഫോട്ടോസും വീഡിയോസും ഒക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഈ ഒരു മെയിൽ ഐ ഡി ഞാനിവിടെ ടിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ മെയിൽ ഐ ഡി ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ഇവിടെ ആ മെയിൽ ഐ ഡിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ബാക്കപ്പ് ക്വാളിറ്റി, ഏത് ക്വാളിറ്റിയിലാണ് ഇപ്പൊ നമ്മൾ സേവ് ചെയ്യേണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ ഗൂഗിൾ ഫോട്ടോസിലേക്ക് വരേണ്ടതെന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒറിജിനൽ ക്വാളിറ്റി ആകുമ്പോൾ വളരെ സൈസ് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് സ്റ്റോറേജ് സേവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് രണ്ടാമത്തെ വരുന്നത്. ആ സ്റ്റോറേജ് സേവറിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അതിന്റെ താഴെയായിട്ട് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്കപ്പ് നല്ല സ്പീഡിൽ തന്നെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഈ എക്സ്പ്രസ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നമുക്കത് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മൊബൈൽ ഡാറ്റ ഏതെല്ലാം ടൈപ്പ് വീഡിയോസ് നമുക്ക് വേണോ, അല്ലെങ്കിൽ നമുക്ക് ഏത് ടൈപ്പിൽ റോമിങ്ങിന്റെ ടൈപ്പിലാണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എത്ര MB വരെ നമുക്ക് നെറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. അതായത് ഒരു ദിവസം നമുക്ക് 30 MB മാത്രം നമുക്ക് സ്റ്റോർ ആയാൽ മതിയെങ്കിൽ നമ്മുടെ മൊബൈൽ ഡാറ്റ വല്ലാത്ത രീതിയിൽ പോകാത്ത രീതിയിൽ നമുക്ക് 30 MB വരെ നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ഫോട്ടോസ് വീഡിയോസ് ഒക്കെയാണ് ഫോൾഡറിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം. അതായത് സ്ക്രീൻഷോട്ടുകളാണോ നിങ്ങളുടെ സേവ് ആവേണ്ടത്, അല്ലെങ്കിൽ വീഡിയോസ് ആണോ സേവ് ആവേണ്ടത്, വാട്സപ്പിൽ വരുന്ന ഫോട്ടോസോ വീഡിയോസ് ആണോ സേവ് ആവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതൊക്കെ ഫോട്ടോസ് ആണ് അല്ലെങ്കിൽ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഏതെല്ലാം ഫോൾഡറിൽ നിന്നാണ് സേവ് ആവേണ്ടത് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഗൂഗിൾ ഫോട്ടോസിലേക്ക് സേവ് ആവും. ഇത് നിങ്ങൾക്ക് ഇത് മുഴുവൻ പിന്നീട് തിരിച്ച് കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഗൂഗിൾ ഫോട്ടോസ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, ആ ഒരു ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോസ് മുഴുവൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.